വി.എസ്. അച്യുതാനന്ദൻ ഇഫക്റ്റീവായിട്ട് ഫീൽഡിലുണ്ടായിരുന്ന കാലഘട്ടം വരെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാരൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒന്നുകിൽ വ്യത്യസ്ത ചേരികളിലേക്ക് പോവുകയോ ചിലരൊക്കെ തന്നെ അപ്രസക്തരാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വി.എസ്. ഒരു കുറച്ച് ഇടതുപക്ഷം പണ്ടേ പറഞ്ഞത് ശബ്ദമുയർത്തുമായിരുന്നു ചില വിഷയങ്ങളിലൊക്കെ. ഇപ്പം ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, അതിനൊക്കെ എതിരായിരുന്നു വി.എസ്. അപ്പോൾ ആ ശബ്ദവും കൂടെ അസ്തമിച്ചതോടുകൂടി ഇടതുപക്ഷ ചിന്താഗതി പോലും അതിനകത്തില്ലാതായി. അതോടുകൂടി ഈ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരമായിട്ട് CPM മാറി. അല്ല, എനിക്കന്ന് വി.എസിനെ ഒന്നും അറിയില്ല. അന്ന് വി.എസ്. അച്യുതാനന്ദനെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അവസാനത്തെ വി.എസ്. മാത്രമല്ലല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ശബ്ദം വി.എസ്. മാത്രമൊന്നുമല്ലല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ശബ്ദം ഒരുപാട് ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ അത് നേർത്തൊരു വി.എസിൽ മാത്രം നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ഇടതുപക്ഷ കുടുംബമാണ്. വളരെ ശക്തമായിട്ടുള്ള അങ്ങനെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇടതുപക്ഷം ഇല്ലാതായിട്ടാണ് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ BJP വളർന്നത്. BJP വളരണമെങ്കിൽ BJPയുടെ അടിത്തറ വർദ്ധിപ്പിക്കുകയും BJPയുടെ ആശയങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് കടന്നു കയറുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം.